60 60 60 60 60 60 60 60 61 61 62 63 64 65 67 67 68 68 70 70 70 70 70 78 അപ്പൊ അതൊരു വിധം കറക്റ്റായി. 80. ഓന്റെ പടച്ച റബ്ബേ, എന്തത്? ഇതെങ്ങനെ ഇതില് വരണേ? ഞാൻ 50 അല്ലേ പെണ്ണിയത്? ഇതിലെമ്പോ ഇതിലാണ് സാർ എണ്ണീട്ട് അങ്ങനെ കണ്ടില്ല ഞാൻ പിന്നെ എണ്ണിയിരുന്നേ ഇല്ല. ഞാൻ ഇതൊന്നും ഇങ്ങനെ നോക്കിട്ട് അങ്ങോട്ടിട്ട് എനിക്ക് ഇരിക്കോ ഇങ്ങനെ എന്ത് പണി കാരണം ഇതിന്ന് എടുത്തിട്ടല്ലേ ഞാൻ ഈ എണ്ണി ഇരിക്കുന്നത്. ഒരു മേനക്കട. ഇത് എപ്പ തുടങ്ങി ഇരിക്കണം എന്റെ മോളിൽ ചെണ്ട. ഇതിപ്പോ മമ്മൂട്ടർ ഉണ്ടാക്കാൻ വലിയ മുണ്ടക്കെട്ടായി മാറിപ്പോയി. ഞാൻ സഹായിക്കാം സാറേ. നിങ്ങള് സഹായിക്കണ്ട. നിങ്ങള് വേറെ നിങ്ങളിപ്പോ ഒരാളെ സാക്ഷി ഇരുത്തേക്കാണ് ഇവിടെ. ഞാൻ ഇത് എണ്ണി ഇട്ടോന്ന് നോക്കാൻ വേണ്ടിട്ട്. നിങ്ങള് തുടരണ്ട അതിന്റെ ഫോണില്. ആരാക്ക് 1 1 1 2 2 4 4 5 5 5 6 6 7 7 7 8 9 10. എന്താ നിങ്ങള് നിങ്ങൾക്ക് എന്താ വെറുതെ ഇരുന്നാല്? നിങ്ങൾ അങ്ങനെ മുണ്ടാണ്ട് അവിടെ ഇരിക്ക്. ഇത് ഞാൻ എന്നെ ഇവിടെ ചിട്ടപ്പെടുത്തി കിട്ടോട്ടെ. നിങ്ങൾ കയ്യും കാലം കാണിക്കുമ്പോ എന്റെ ആല പോണേ. നിങ്ങൾ അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നത് എണ്ണി ഇടുന്നവരെ. 10 ഇതിലിപ്പോ ആരടുത്ത് 10 എണ്ണിട്ട് എവിടെ സാറ് അതിലായിട്ട് എനിക്ക് അതില്. അപ്പൊ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ ഞാനിത് എണ്ണി ഇരിക്കല്ലേ ഇടുന്നത്? നിങ്ങക്ക് കണ്ടൂടത്? സാറല്ലേ പറഞ്ഞു എന്നോട് മിണ്ടാതെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇത് വേറെ ദിവസം തന്നെയാലും ശരിയാവുള്ളൂ. ഒന്നാമത്തെ ഇന്ന് ചൊവ്വാഴ്ചയാണ്. പൊതുവെ ഈ ചൊവ്വാഴ്ച ദിവസം വലിയ അടക്കറ. വെറുതെ അല്ലത് കിടന്ന് കെട്ടിത്തിരിക്കണത്. 10 10 10 10 10 3 13 13 3 16 35 4 39. പക്ഷെ സാറ് പറഞ്ഞു 38. എടാ മാൻ പറഞ്ഞ ഒരു കണക്കിന് ഇത് കൂട്ടി വരികയാണ്. വെറുതെ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് വെറുതെ കാണണമെന്ന് പറയല്ലേ നീ. ഞാനിപ്പോ നോക്കിയില്ലെങ്കിൽ ഇത് ഭാവിയിൽ ഫുൾ ആഡിറ്റ് ചെയ്ത് വരുമ്പോ വലിയ തെറ്റാവും. ഞാൻ ഇതൊന്ന് കൂട്ടട്ടെ. കയ്യിലിരിക്കണം ഉണ്ട് എത്രയാണ്, ഇത് രജിസ്റ്ററിലെ ഉണ്ട് എത്രയാണെന്നുള്ളത് ആർക്കും അറിയാം. അത് ടാലി ആവണ്ടേ? അതെ സാറിപ്പോ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കണക്കായതുകൊണ്ട് കണക്ക് എപ്പോഴും സമാധാനമായിട്ട് കൂട്ടണം. നമ്മൾ ഈ ടെൻഷൻ പിടിച്ചു അപ്രാളപ്പെട്ടിട്ട് കണക്ക് കൂട്ടിയാൽ കണക്ക് തെറ്റും. അതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ. അതിൻ്റെ ഒരു ചെറിയ തമാശ ഞാൻ സാറിനോട് പറയാം. ഇത് കേട്ട് സാറൊന്ന് റിലാക്സ് ചെയ്യും, എന്നിട്ട് പിന്നെ കണക്ക് കൂട്ടിക്കോ. അപ്പോൾ കണക്ക് ശരിയാവും. സാർ കേക്ക്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക. കണക്ക് പരീക്ഷ. അയ്യോ, ആ ഉറക്കൊടിയിട്ടിരുന്ന് പഠിച്ച് എല്ലാം റെഡിയാക്കി കൂട്ടി കുഴച്ചൊക്കെ എഴുതി എല്ലാം കണക്കെല്ലാം നോക്കി പരീക്ഷ ഹാളിൽ ചെന്നിരുന്ന് ചോദ്യപേപ്പർ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ച് നോക്കിയപ്പോൾ സയൻസ് പരീക്ഷ. ഞാൻ പഠിച്ചുകൊണ്ട് പോയത് കണക്ക്. ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞാൻ പഠിച്ചുകൊണ്ടുവന്നത് കണക്കാണ്, ഇത് സയൻസാണ്. അപ്പോൾ ടീച്ചർ പറയാണ് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ഞാൻ പറഞ്ഞു ടീച്ചർ സയൻസ് പരീക്ഷയല്ലേ, അതാ പറഞ്ഞത് ഒരു കണക്കിനൊക്കെ എഴുതിക്കോളാം. ടീച്ചർ ഞാനെന്ത് ചെയ്ത് അങ്ങോട്ട് വെച്ചങ്ങ് എഴുതി ഒരു കണക്കിന്. അവസാനം മാർക്ക് വന്നപ്പോൾ എനിക്ക് സയൻസിന് ഫുൾ മാർക്ക്. എൻ്റെ ദൈവമേ, ഞാൻ നല്ല ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ സയൻസൊക്കെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടാന്ന് പറഞ്ഞോ. അയ്യോ, അപ്പൊ അതാ ഞാൻ പറഞ്ഞു വന്നേ. നീ ഇപ്പൊ ഇത് പറഞ്ഞത് എന്തിന്? സാറൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി നമുക്ക് ഇപ്പൊ സാറൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ആര്, ഞാനോ? ആയില്ലേ സാറേ? നീ ഒന്ന് എഴുതി പോടുന്നു. സാറേ ഞാൻ പറയാം, സാറ് റിലാക്സ് ആയില്ലെങ്കിൽ ഞാൻ ഒരു തമാശയോടെ പറയാം. മന്മത, ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തീർക്കട്ടെ. സാറേ ഞാൻ സാറിന്റെ നല്ലതിന് വേണ്ടി പറയണേ. ഈ തമാശയോടെ കേട്ടിട്ട് സാറ് കൂട്ടിക്കോ. കുഞ്ഞു സാധനം ശരി, പറ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അച്ഛൻ ഭയങ്കര സിഗരറ്റ് വലിയാണ്. അപ്പോൾ അച്ഛന്
കാല് പാടില്ല, വീണിട്ട് എന്തോ പ്രശ്നമായിരുന്നു. ഞാൻ എന്നോട് എടാ താഴെ മധുവിൻ്റെ കടയിൽ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിച്ചുകൊണ്ടു. ഞാൻ പറഞ്ഞു, ഓ ശരിയാച്ചാ, നീ എന്തോ സിഗരറ്റ് മേടിക്കും? നമ്മൾ സിഗരറ്റ് എന്ന് പറയാം. എടാ അതല്ല, സിഗരറ്റിൻ്റെ പേര് പനാമ സിഗരറ്റ്. ഞാൻ ചോദിച്ചു പനാമ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പനാമ സിഗരറ്റ്. നീ ഒരു കാര്യം ചെയ്യും, പനാമ സിഗരറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലിട്ട് അങ്ങനെ അങ്ങ് നടന്നോ മധുവിൻ്റെ കട വരെ. അപ്പോൾ സാറാണ് മധു കടയുടെ. ഞാൻ അവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കണത് എന്ത് വേണമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ നിന്ന് നടന്നു വരും കേട്ടോ. പനാമ സിഗരറ്റ് എന്ത് വേണം? സിനാമ പകർട്ട് ഒരു പാക്കറ്റ്. എറിഞ്ഞാലുണ്ടല്ലേ ഞാൻ സാറത് തമാശ. എന്റെ മന്മത, നീ ഒന്ന് എഴുന്നേറ്റ് പോവോ? വേണ്ടെങ്കിൽ വേണ്ട, ഇതിപ്പോ നാളെ ഓഡിറ്റ് കഴിഞ്ഞാൽ നീ എഴുന്നേറ്റ് ഒന്ന് പോകുന്നു, ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ. ഈ ടെൻഷനാണ് കണക്ക് ശരിയാവാത്ത. സാർ റിലാക്സ്ഡ് അല്ല, ഒരു തമാശ പറഞ്ഞ് അത് ആസ്വദിക്കാനുള്ള ശേഷിയില്ല, പിന്നെ എന്ത് ചെയ്യാൻ? സാറേ എന്തായി? തലയാ എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ട്. ഓടിച്ചു വിട്? ആര്? കോയ സാറ്. എന്തിന്? സാറിന്റെ കണക്ക് കെട്ടണത് ഞാൻ അവിടെ ഇരുന്നിട്ടാന്ന്. നിങ്ങൾ ഈ അതൊന്നും പറയേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് എണ്ണി ടാലി ആക്കണം. ഞാൻ പറഞ്ഞില്ല പറഞ്ഞ എന്റെ സാറേ, കോയ സാറിന് കണക്കറിഞ്ഞൂടാ. അത് ഞാൻ പറഞ്ഞ് ക്ലിയർ ആക്കി കൊടുത്തപ്പോ ഈഗോ വർക്കൗട്ടായി. ഈഗോ വർക്കൗട്ടായോ? ആരുടെ അടുത്ത്? നിങ്ങളുടെ അടുത്തോ? അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കളിക്കണ കളിയല്ല കുളിക്കണ കുളം. കണക്കറിയാത്ത ആളെ പെണ്ണത് ആണെന്നേ. ഈശ്വര, കണക്ക് ടാലിയായി കിട്ടണേ. ടാലിയായി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വർണത്തിന്റെ ഒരു അല്ല വെള്ളിയുടെ പിച്ചള അല്ല, എനിക്ക് ആ സമയത്ത് എന്താ കഴിയാച്ചാ ഞാൻ കഴിയണത് തന്നോളാം ഈശ്വര. സാറേ സാറേ, ആ ദൈവത്തിനോട് ഇങ്ങനെ ബാർഗൈൻ ചെയ്യരുത്. ബാർഗൻ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെന്താ നിങ്ങൾ വിചാരിച്ചത്? ജോലി പോണ കേസാണ്, കളിക്കല്ല. എന്നോട് പറയണ എന്തിനാ? കോയ സാറിനോട് പറ. എല്ലാരോടും കൂടി പറഞ്ഞതാണെന്ന്. എന്റെ സംശയം അതല്ല. എന്താണ്? കളിക്കണ കളിയല്ല കുളിക്കണ കുളമെന്ന് പറഞ്ഞില്ലേ, എന്താ? അത് ഉണ്ട. ആ അതല്ലേ കോയ സാർ എന്നെ തെറ്റിച്ചോണ്ടിരിക്കണത്. എന്റെ മണ്ടു, എവിടെയെങ്കിലും പോയി ഇരിക്കുന്നീ. ഒരു ഇത്തിരി മനസമാധാനം കൊണ്ടാ ഇതാകെ പെനഞ്ഞ് കിടക്കാണ് ഞാന്. 265 8 265 8 എത്രയാണ്? 8 13 മൂന്നാണ് അവസാനം. 273 3 ആ എന്തായി പോയാ? തലയായ സാറേ ആയോ? 650 ഉണ്ടുണ്ട്. 650? അയ്യോ, അപ്പൊ ബാക്കി 36 കുറവുണ്ട്. 36 ഉണ്ട കാണാല്ല. കണക്ക് തെറ്റിയതായിരിക്കും. സാറിന് കണക്കറിയാൻ പാടില്ല. പറഞ്ഞ പോലെ ഒന്നുകൂടി എണ്ണേണ്ടി വരുമോ? നിങ്ങൾക്ക് തെറ്റിയോ? ഇക്കങ്ങനെ കണക്കൊന്നും തെറ്റില്ല സാറേ. ഞാൻ നോക്ക്, എന്റെ വാപ്പാക്ക് തേങ്ങ കച്ചവടാ. അന്ന് ആ കാലത്ത് ചെറുപ്പത്തിൽ 10,000 ചില്ലാന്റെ നാളേരെ എണ്ണീറ്റ് സ്കൂളിൽ പോണ ആളാ ഞാൻ. അങ്ങനെ എണ്ണയില് തെറ്റൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ 36 ഉണ്ട് എന്ത് ചെയ്യും? 36 അത് കാണണോ? അല്ല, കാണണം പറഞ്ഞ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു 3 കൊല്ലം മുമ്പ് ഓഡിറ്റ് നടക്കുമ്പോ അന്ന് സുഗതൻ സാറായിരുന്നു റേറ്റർ. സുഗതൻ സാറ് നിങ്ങൾക്ക് ചാർജ് ഏൽപ്പിച്ച സമയത്ത് അന്ന് നിങ്ങൾ ഈ കണക്കൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു അതിന്റെ ഒക്കെ? അന്ന് ചെയ്തിട്ടില്ല. പോയില്ലേ? അല്ല, പോയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്നിപ്പോ ഇതൊക്കെ ഉണ്ടാവുന്നല്ലേ നമ്മൾ വിചാരിക്കും. അങ്ങനെ പറ്റില്ല സാറേ. അത് നിങ്ങൾ ആ സമയത്ത് കറക്റ്റ് കണക്ക് മേടിക്കണോ? അല്ല, ഇത് കളിക്കല്ല. ഇതെന്തായാലും സാധനം കണ്ടുപിടിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമാവും, എല്ലാവരും പണി പോവും. അതൊക്കെ ആവും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിപ്പോ എത്ര കിട്ടിയെന്നാ പറഞ്ഞത്? ഞാന് ഞാൻ ഇപ്പൊ എത്ര പറഞ്ഞു? ഇപ്പൊ എണ്ണി തിട്ടപ്പെടുത്തി. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു കണക്ക് പറഞ്ഞാണല്ലോ. അപ്പൊ നിങ്ങളത് കുറിച്ചും വെച്ചില്ലേ? എന്റെ സാറേ, ഞാൻ എന്നെ ആവേശത്തിൽ ഓടി വന്നിങ്ങോട്ട് പറഞ്ഞാണ്. പോയാ ഇനി അതൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പോയിട്ട് എണ്ണിയത് ഒരു കഷ്ട സാറേ. എന്നിട്ട് അത് കുറിച്ച് വെക്കി, എന്നിട്ട് ആ ലിസ്റ്റ് എനിക്ക് കൊണ്ടുതരി. സാറേ, വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഇരുത്താൻ പറ്റുമോ? ഞാൻ വരാം. അന്ന് വേണ്ട സാറേ, വേണ്ട. ഞാൻ ഒറ്റക്ക് നിക്കോ. വേണ്ട, സാറേ എനിക്കൊരു ഐഡിയ പറയാനുണ്ട്. പറയണോ? പോലീസിന്റെ ബുദ്ധിയാണ്. ശരി, പറയ്. അതായത്
ഇപ്പൊ മൊത്തം കിട്ടാനുള്ള എത്രയാണ്? 686. അല്ലേ? ആ. ഇപ്പൊ ഏകദേശം ഒരു 10-35 എണ്ണം കാണാനില്ലാന്ന് വെക്ക്. 35 അല്ല, 36. 36. ആ. അപ്പൊ ഈ 686 36 കുറച്ച് എത്രയും? 686 36 പോയ എത്രയും? 650. ആയില്ലേ? ആ. അപ്പൊ അതല്ലേ കോയ സാർ എണ്ണി തിട്ടപ്പെടുത്തിയത്. ആ ശരിയാണ്. ശരിയല്ലേ? ആ. 36 എണ്ണാണ് കാണാത്തത്. ആ. ഉറപ്പല്ലേ? അത് ഉറപ്പില്ല. പിന്നെ അങ്ങനെ പോയ എണ്ണ പോയി എണ്ണ അതാ നല്ലത്. അല്ല ഒരു മിനിറ്റ്, എന്താ ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞത്? അത് ഇതല്ലേ ഐഡിയ. ഇത് ഐഡിയ ആണ്. പിന്നെ സാറിന് ഫിഗർ അറിയാൻ പാടില്ലാത്ത എന്റെ കുഴപ്പമാണ്. കറക്റ്റ് ആയിരുന്നു ആ ഐഡിയ. ആർക്കും എണ്ണ അറിയാൻ പാടില്ല, എണ്ണാനും അറിയാൻ പാടില്ല. എന്താ സത്യശീല, കണക്കൊക്കെ ടാലിയല്ലേ? ടാലിയല്ലേ സാറേ? ടാലിയല്ലേ? നമ്മളിപ്പോ രജിസ്റ്ററിൽ 686 ഉണ്ട കാണിച്ചിട്ടുണ്ട്. സ്റ്റോറിലുള്ളത് നമ്മൾ എണ്ണി നോക്കുമ്പോൾ അതിനത്രയും വരുന്നില്ല. എത്ര വരുന്നവിടെ? 650 വരുന്നുള്ളൂ. ബാക്കി 36 എവിടെ? അത് എവിടെയെന്ന് അറിയില്ല. എവിടെയാന്ന് അറിയില്ലെന്നോ? നിങ്ങളെന്ത് വർത്താനാണ് ഈ പറയണത്? ഇതെന്താ കാണണ്ടായത്? പിടിയുണ്ട. വെടിയുണ്ടല്ലേ? ചക്കക്കുരു ഒന്നല്ലല്ലോ അല്ലേ? നിങ്ങൾ ഇവിടുത്തെ റൈറ്റർ അല്ലേ? നിങ്ങൾക്കല്ലേ എന്റെ ഉത്തരവാദിത്വം? ഇങ്ങനെ എന്താ നിങ്ങൾ ഇങ്ങനെ കുന്തമിങ്ങിമാരെ നിൽക്കണേ? എന്തെങ്കിലും ഒരു മറുപടി പറയുങ്ങള്. സാറേ കാണാല്ലേ സാറേ? ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഇവിടെ നിന്നൊക്കെ ഒരു സാധനം കാണാണ്ടെന്ന് പറഞ്ഞാല് പിന്നെ നമ്മളൊക്കെ കുപ്പായിട്ട് നിൽക്കണ എന്തിനാണോ? ഇതിപ്പോ നമ്മൾ ഇവിടെ തിരയാവുന്ന ഏരിയയിലൊക്കെ തെരഞ്ഞു നമ്മള് പോയിട്ട് അത് എവിടെ നിന്ന് സംഘടിപ്പിക്കാം. ആ ബിസായി 36 ഉണ്ടേ കണ്ടുപിടിക്കണം. CA ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാനുള്ള. ഇനി എന്തെങ്കിലും നിൽക്കണെങ്കിലും പോയിക്കോളെ എന്നെ വിടുന്നത്. ആ CAനോട് ഞാൻ എന്താ പറയാ? എന്റെ പടച്ചോനെ, വെടിയുണ്ടാണ് കാണാണ്ടായത്. സാറിങ്ങനെ മെരൂന് കൂട്ടിലിട്ട മതി അങ്ങോട്ട് കൂടി നടന്നിട്ട് എന്താ കാര്യം? അല്ലാണ്ട് പിന്നെ ഞാൻ എന്താ കാട്ടുക നീ പറയേ? അല്ല പറയേ. അടുത്ത ആഴ്ചയാണ് ഓഡിറ്റിങ്. അതെ. ആ, ഓഡിറ്റിങ്ങിന് അവര് വരണ സമയത്ത് ഈ 36 ഉണ്ടയുടെ കുറവ് കാണുമ്പോ എന്ത് സമാധാനം പറയും? ജോലി ഇങ്ങോട്ട് പോകും, കറന്നിട്ട് ഉറക്കം വരില്ല എനിക്ക്. സാറിപ്പോ ഞാൻ ഒരു കാര്യം പറ്റേ, നമുക്ക് എണ്ണാനും ഇപ്പൊ ഉള്ളതല്ലേ എണ്ണാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ എത്രാം പ്രാവശ്യം എണ്ണ വെച്ചിട്ടാ ഇപ്പൊ ഞാൻ ദിക്റല്ലാണ് വരപ്പോ അത് എണ്ണീറ്റാണ് ആ നിലക്കായി. എന്നാലും എന്റെ കോയ സാറേ, ഈ ഉണ്ട എവിടെ ഇരിക്കുന്നുണ്ടാവും? കിട്ടി സാറേ, ഉണ്ട കിട്ടി. സമാധാനമായി. എവിടെ കിട്ടിയത്? നമ്മുടെ ആൽക്കോട്ടിലെ രാഘവന്റെ. ആരത് അവിടെ കൊണ്ടുവച്ചേ? ഞങ്ങളോട് രണ്ടുപേരോട് പറഞ്ഞു. ഇനി പുറത്ത് വേറെ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു പോരുത് കേട്ടാ. എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തലവഴി മൂണ്ടിട്ടിട്ടേ പുറത്ത് നടക്കേണ്ടി വരുള്ളൂ. നടക്കടവും. രാഘവട്ടന്റെ ചായക്കടയിൽ ഉണ്ട ഇടാനുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ അല്ലേ സാറേ? ഞാൻ വരുന്ന വഴിക്ക് രാഘവട്ടം ഉണ്ട ഇട്ടോണ്ടിരിക്കുന്നത് ഒരു 10 ഉണ്ട മേടിച്ച് 50 രൂപയ്ക്ക്. നല്ല അരി ഉണ്ടായി. എടാ മൻപറ മാങ്ങാത്തൂലി, ആരടാ നിന്നെ പോലീസിലെടുത്തത്? സാറിന് ഗോതമ്പുണ്ടാണ് ഇഷ്ടമല്ലേ? അത് വൈകിട്ട് ഇടുള്ളൂ. വൈകിട്ട് മേടിച്ചു തരാൻ വേണമെങ്കിൽ. അപ്പൊ 36 കാണുന്നില്ല. ഇവിടെ നമ്മൾ തിരയാവുന്ന എല്ലാ സ്ഥലത്തും തിരയുന്നു സാറേ. ഇനി എവിടെയാ തരേണ്ടതെന്ന് അറിയില്ല. എന്താ നമ്മൾ കാണിക്കാം? ഇത് നമ്മളെ സ്റ്റേഷനാണ് ഇതിന്റെ നാണക്കേട്. അതറിയോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു പോം വഴി പറയുന്നത്. മറ്റന്നാൾ ഓഡിറ്റിങ്ങിന് വരുമ്പോ ഇവിടെ കണക്ക് കൊടുക്കണ്ടേ? സാറേ, എനിക്കൊരാളെ സംശയമുണ്ട്. ആരാണ്? അതായത് ഇവിടുന്ന് ഈ വെടിയുണ്ട പതിവായിട്ട് എടുത്തോണ്ട് പോണത് എലിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എലി തിന്നും. എന്റെ മന്മത, എലിയൊക്കെ എങ്ങനെയാണോ ഈ വെടിയുണ്ട തിന്നണത്? അത് സാറേ, എലി തിന്നുണ്ടോ? എലി വെടിയുണ്ട തിന്നോ? ഞാൻ പറയട്ടെ, വെടിയുണ്ടേനായിട്ട് വലുതല്ലേ വാഷിംഗ് മെഷീൻ. എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു വാഷിംഗ് മെഷീൻ കട്ടിച്ചങ്ങോട്ട് പൊളിച്ചു വിറ്റ. എലിയോ? പിന്നെ അത് പൊളിച്ചു വന്നിട്ട് അതിന്റെ പണിക്കാരൻ വന്നപ്പോ പറഞ്ഞു, നിങ്ങളോട് അസൂയുള്ള ആരോ ചെയ്ത് വെച്ച മാതിരി ഉണ്ട്, സകല വയറും കടിച്ചു മുറിച്ചേക്കെന്ന് പറഞ്ഞു. ഇത് പുതിയ പറഞ്ഞ മേടിച്ചു. ഒരാഴ്ചനുള്ളിൽ അതിന്റെ പ്ലാസ്റ്റിക് ഒക്കെ തുറന്ന് തിന്ന് അതിന്റെ ഉള്ളിൽ കയറി. ആ തുറന്നിട്ടാണെങ്കിലേ അത് എലി കഴിക്കൂല, തുറപ്പനായിരിക്കും. എന്നാ തുറപ്പനായിരിക്കും വെടി ഉണ്ടാവുക.
തുറപ്പിലായിരിക്കും സാറ് അതെ, പറഞ്ഞില്ല. ഇതിപ്പോ തുരപ്പനാണോ എലിയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ഐഡിയ പറയാം. പറയും. നമ്മള് CC ക്യാമറ വെച്ചിട്ടില്ലേ, അതിന്റെ മുന്നിൽ 2 വെടിയുണ്ടോണ്ട് വെക്കുക. ഇനിയിപ്പോ എലി ആയാലും തുരപ്പനായാലും ഇത് എടുക്കാമല്ലോ. ഇത് എടുത്തിട്ട് നേരെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പിന്നാലെ ഫോളോ ചെയ്യുന്നു. നമ്മളിന്ന് എടുത്തോണ്ട് പോയ വെടിയുണ്ട നമ്മൾ പിടിക്കുന്നു, എലിയെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ വകുപ്പിൽ 2 ഉണ്ടെങ്കിൽ കണ്ട് കാണാണ്ടേ വേണം. എന്നിട്ട് 38 തന്നെ നമ്മൾ പറക്കാൻ പറയണം അല്ലേ? നിങ്ങൾ നടക്കുന്ന കാര്യം വല്ലതും പറയും. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയും. ഇപ്പോ നമ്മുടെ നാട്ടില് ഈ മഹാന്മാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോ ഈ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമ്മൾ ഈ ആചാര വെടി വെക്കുമല്ലോ. അപ്പൊ അതിന്റെ കണക്കിന്റെ കൂടെ ഒരു 2 വെടിയും കൂടി അങ്ങോട്ട് എക്സ്ട്രാ അങ്ങോട്ട് എഴുതിയതല്ല. അതൊരു ഐഡിയ. അപ്പൊ ആ വകുപ്പിൽ വേണമെങ്കിൽ ഒരു 20 ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതി തരാം. ആ പേരിൽ അങ്ങോട്ട് എഴുതി തന്നു കഴിഞ്ഞാൽ 10 എണ്ണത്തിന്റെ കണക്ക് അങ്ങോട്ട് അത് കൊള്ളാം, അത് അത് കൊള്ളാം. അല്ലേ? അതേമാതിരി ഇപ്പൊ നമ്മുടെ സർവീസിൽ ഇരിക്കുമ്പോ മരണപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഈ 3 കൊല്ലത്തിന്റെ ഉള്ളില്? സർവീസിലിരിക്കുമ്പോ നമ്മുടെ സുരേന്ദ്രൻ ഉണ്ടല്ലോ. സുരേന്ദ്രൻ സാറ്. സുരേന്ദ്രൻ സാറിന്റെ പേരിൽ ഒരു 10 വെടിയുണ്ട് അങ്ങോട്ട് എഴുതി വെക്കുക സാറേ. എന്താ തെറ്റ? ആള് മരിച്ചില്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 36 ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ സാറിന്റെ പേരിൽ എഴുതി വെച്ചാ പോരെ? നമുക്ക് വെടിയുണ്ട കച്ചവടം ഉണ്ടായിരുന്നു. ഇത് എന്തിനു കൊണ്ടുപോകുന്നതിനോട് പറയാ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ, ഈ പറയുന്ന സംഗതികളൊന്നും നടപ്പാവണതല്ല. എന്നാ നടക്കുന്ന കാര്യം പറയും. അതേ നടക്കുന്ന കാര്യങ്ങൾ. എന്നാ പറയും. അതായത് നമ്മൾ ഈ വെടിയുണ്ട കൊണ്ടുപോയിട്ട് സാമ്പിൾ ആയിട്ട് കൊടുക്കണം. പറയുന്നത് കേക്ക് കൊടുത്തിട്ട് കുറച്ച് പിച്ചളയും ഇരുമ്പും കൂട്ടിയിട്ട് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറയണു. എന്നിട്ട് ഓഡിറ്റർമാർ വരുമ്പോൾ നമ്മൾ ഈ 36 എണ്ണം അവരെ കൊണ്ട് ഉണ്ടാക്കി വാങ്ങിപ്പിച്ചിട്ട് ഇതിന്റെ കൂടെ എങ്ങോട്ട് വെക്കണു. നമ്മൾ സംഗതി ക്ലീൻ ആക്കി. നല്ല ഐഡിയ ആണല്ലോ. അല്ല അപ്പൊ ഇതിന്റെ പൈസ ആര് ചെലവാക്കൂ? പൈസ ഞാൻ ചെലവാക്കിക്കോളാം സാറേ, അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടുത്തെ റൈറ്റർ ആണല്ലോ. 2 മാസം ശമ്പളം പോയാലും എനിക്ക് പ്രശ്നമില്ല. ഉണ്ടാക്കാൻ എന്റെ അമ്മയുടെ വേണ്ട. എവിടുന്ന്? കുന്നംകുളത്തേ. കൊണ്ടുകൊടുന്നോ? അവർക്ക് മറ്റേ എന്താണ് നെട്ട് ബോൾട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ലെയ്ത്ത് വർക്ക്. ലെയ്ത്ത് വർക്ക്. അങ്ങനെയാണെങ്കിൽ 36 ആക്കണ്ട, ഒരു 50 എണ്ണം ആയിക്കോട്ടെ. അമ്പതാണോ? എപ്പോഴെങ്കിലും ഒരു 10 എണ്ണം മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാലോ. എന്നാലും തീരെ വൈകിക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ പോയിക്കോളൂ, ജീപ്പ് എടുത്തോളൂ. ജീപ്പ് വേണ്ട സാറേ, ജീപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസുകാരാണെന്ന് അറിയില്ലേ? ശരി, അത് വേണ്ട. മഫ്റ്റിയിൽ പോയാൽ മതി, ബസ്സിൽ പോയാൽ മതി. കോയിനെ കൊട്ടിക്കോ. ഞാൻ പോണം. കോയിൻ പോണം. നാളെ തന്നെ സാധനം എത്തിക്കണം. മറ്റന്നാൾ ഓഡിറ്റിംഗ് ആണ്. സാറേ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് വരാം. വേണ്ട, ഇജ്ജ് പോണ്ട. ഇവർ 2 കൂടി പോട്ടെ, കാര്യം നടക്കട്ടെ. ഇങ്ങോട്ട് നിൽക്ക്, നിങ്ങൾ പോയിക്കോ. ശരി. അപ്പോഴാണ് സമാധാനമായതിന്റെ പടച്ചോനെ. മനോദ ഈ പോകുമ്പോഴേ നമ്മളെ ഉണ്ണിനോട് ഒരു ചായ കൊണ്ടുവരാൻ മതി. മനസ്സമാനായിട്ടൊരു ചായ കുടിക്കട്ടെ. ഉണ്ടാവണം സാറേ? ഉണ്ടെങ്കിൽ ഒരു ഉണ്ട എടുത്തോട്ടെ. ഇനിയിപ്പോ ആ ഉണ്ടയൊക്കെ കഴിച്ചിരിക്കാനേ പറ്റും. ബാക്കിയുള്ള ഉണ്ടൊക്കെ നാളെ വരുമല്ലോ. അച്ഛല്ലേ.